ചങ്ങായിമാരെ, തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJPക്ക് ഭരണം കിട്ടി നാറാതിരുന്ന തിരുവനന്തപുരം നല്ലോണം നാറാൻ തുടങ്ങി. തിരുവനന്തപുരത്തെ ഒരു ഗ്രാമത്തിൽ സ്വൈരത്തോടുകൂടി മനസമാധാനത്തോടെ ജീവിച്ചിരുന്ന ആൾക്കാരുടെ ഇടയിലേക്ക് സംഘികൾ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കി. ആ നാട്ടുകാർ മൊത്തം ഉണ്ടല്ല ഒരുമിച്ച് നിന്നിട്ട് ആ പ്രശ്നം ഉണ്ടാക്കിയ സംഘികള അടിച്ച് കണ്ടം വഴി ഓടിച്ച്. അതായത് ആ നാട്ടിലെ രണ്ട് അയൽക്കാർ തമ്മിലുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആ അയൽക്കാരിൽ ഒരു ടീമുണ്ടല്ല ചാണക സംഘികളായിരുന്നു. മറ്റേ ടീമിന് പ്രത്യേക രാഷ്ട്രീയമൊന്നും ഉണ്ടായിരുന്നില്ല. ഈ ചാണക സംഘി ടീം എന്താക്കി, പുറത്തുനിന്ന് കുറെ ചാണക സംഘികളെ കൂട്ടിക്കൊണ്ടിട്ട് ആ മറ്റേ ചങ്ങാതിനെ ആക്രമിക്കാൻ നോക്കി. അതോടുകൂടി ആ നാട്ടിലുണ്ടായിരുന്ന എല്ലാവരും രാഷ്ട്രീയം നോക്കാതെ ആ പോയ സംഘികളെ മൊത്തമില്ല ആ നാട്ടിൽ നിന്ന് അടിച്ച് കണ്ടം വഴി ഓടിച്ച്. അടികിട്ടി ഓടിയ സംഘികളുണ്ടല്ല പുതിയൊരു ഉടായിപ്പായിട്ട് ഇറങ്ങി. അവിടുത്തെ കോൺഗ്രസുകാർ CPM-മാർ ഒരുമിച്ചിട്ടാണ് ഈ സംഘികളെ അടിച്ചതെന്ന്. ഇവന്മാർക്കുണ്ടല്ലോ ഇങ്ങനെ അടി വാങ്ങി കൂട്ടിട്ട് ഇമ്മാതിരി ഉടായ്പ പറയാനേ പറ്റൂ. എന്തായാലും നമുക്ക് ആ ചാണക സംഘികളെ ആ ഗ്രാമത്തിൽ നിന്ന് അടിച്ചോടിച്ച ആ നാട്ടിലെ ജനങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങളൊന്ന് കേട്ടാലോ. മലമുകളിലാണ് അസാധാരണമായിട്ടുള്ള കാഴ്ചകൾ കണ്ടത്. BJP പ്രവർത്തകരും അതുപോലെ തന്നെ നാട്ടുകാരും ഏറ്റുമുട്ടുകയായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. അതിൽ പോലീസുകാരന്റെ തലപൊട്ടി ചോരയൊലിക്കുന്ന ദൃശ്യങ്ങളടക്കം കണ്ടു. അതിൽ നേരത്തെ BJPയുടെ ഒരു ഭാഗം എന്ന് പറയുന്നത് അതിൽ BJP പ്രവർത്തകർക്ക് നേരെ ഒരു നഗ്നത പ്രദർശനം ഉണ്ടാകുന്നു. അതിന് പിന്നാലെയുള്ള ഒരു പ്രതികരണമായാണ് BJP പ്രവർത്തകർ എത്തിയത്. അങ്ങനെ CPM-ഉം കോൺഗ്രസും സംഘടിതമായി BJP പ്രവർത്തകരെ ആക്രമിച്ചു എന്നുള്ളതാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ അക്രമത്തിന് അല്ലെങ്കിൽ സംഘർഷത്തിന് തുടക്കം കുറിച്ച സ്ഥലത്താണ്. ഇവിടെ ഒരു അതിർത്തി പ്രശ്നമാണ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ ഇവിടെ നിന്ന് നാട്ടുകാർ പറയുന്നത്. അങ്ങനെ നാട്ടുകാരും BJP പ്രവർത്തകരും പിന്നീട് ഒരു സംഘർഷ സാഹചര്യത്തിലേക്ക് എത്തി എന്നുള്ളതാണ്. ഇപ്പോൾ അവർ എന്നും ഇതുപോലുള്ള കള്ളത്തരങ്ങൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ കയറി ഓരോരുത്തരെ മർദ്ദിക്കുന്നത്. അതായത് ഇത് ആദ്യത്തെ CPM കോൺഗ്രസ് പ്രവർത്തക സംഘടിതമായിട്ടാണോ ഇതിനെ നേരിട്ട്? CPM അങ്ങനെയല്ല, ഇവിടുത്തെ ജനങ്ങളാണ്. ഞങ്ങളെല്ലാം ഇതിൽ രാഷ്ട്രീയമൊന്നുമില്ല. CPM-കാരുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാവരും BJP-യിലുള്ള ആൾക്കാരുണ്ട്, BJP-യിലുള്ള ആളുണ്ട്. മൂന്നാമത്തെ പ്രാവശ്യമാണ് ഈ ഒരു പ്രദേശത്ത് കയറി RSS-കാരെ ആക്രമിക്കുന്നത്. രാത്രിയിൽ നമ്മളെ ഇവിടെയുള്ള പ്രവർത്തകർ. സുഹൈൽ, ഇതിലൊരു രാഷ്ട്രീയ സംഘർഷമല്ല എന്നുള്ളതാണ് ഇവിടെ നിന്ന് നാട്ടുകാർ പറയുന്നത്. ഇതിൽ ഈ മലമുകളിലെ ഒരു യുവാവിനെ BJP പ്രവർത്തകൻ മർദ്ദിക്കുന്നു. അത് ചോദ്യം ചെയ്തതാണ് ഇത്തരമൊരു പ്രശ്നത്തിലേക്ക് എത്തിയത്. അതിൽ രണ്ട് വശമാണ് നമ്മൾ കേട്ടത്. BJP പ്രവർത്തകർ പറയുന്നത് ഇതിൽ യുവാവ് BJP പ്രവർത്തകർക്ക് നേരെ നഗ്നതാ പ്രദർശനം നടത്തി. അത് ചോദ്യം ചെയ്യാനാണ് BJP പ്രവർത്തകർ എത്തിയത് എന്നുള്ളതാണ്. പക്ഷേ ഇവിടുത്തെ നാട്ടുകാർ അത് നിഷേധിക്കുന്നുണ്ട്. അത് കള്ള പരാതിയാണ്. അതുപോലെ തന്നെ ഒരു വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങൾ, അതുപോലെ അതിർത്തി തർക്കങ്ങളും മറ്റുമാണ് ഉണ്ടായത്. അതാണ് പിന്നീട് ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയത്. നാട്ടുകാരും അതുപോലെ തന്നെ BJP പ്രവർത്തകരും രണ്ട് ഗ്രൂപ്പായിട്ടാണ്, രണ്ട് സംഘമായി ചേർന്നാണ് 6 മണി മുതൽ ഇവിടെ ഒരു സംഘർഷം ഉണ്ടായത്. നാട്ടുകാർ മൊത്തം സംഘികളെ പഞ്ഞി കിട്ടപ്പോ സംഘികൾ പറഞ്ഞ ഉടായ്പ കേട്ടില്ലേ, സ്ത്രീക്ക് നേരെ ആ ചെറുപ്പക്കാരൻ തുണിപൊക്കി കാണിച്ചു. ഇമ്മാതിരി ഉടായ്പൊക്കിയിട്ടില്ല സംഘികളെ കൊണ്ടേ പറ്റൂ. നിങ്ങൾ നോക്കിയിട്ട് ഒരു നാട്ടുകാർ മൊത്തം രാഷ്ട്രീയം നോക്കാതെ ഒരു ചെറുപ്പക്കാരനെ കൂടെ നിന്നിട്ട് ആ ചെറുപ്പക്കാരനെ ആക്രമിക്കാൻ വന്ന സംഘികളെ മൊത്തം അടിച്ച് കണ്ടം വഴി ഓടിച്ചിട്ടുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ ഭാഗത്തായിരിക്കില്ല ന്യായം. അരിഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ അത് മനസ്സിലാകും. അങ്ങനെ നാട്ടുകാർക്ക് അടിയും വാങ്ങി കണ്ടം വഴി ഓടിച്ച് നാണുമാനും ഉളുപ്പില്ലാണ്ട് പറയുന്നു ആ ചെറുപ്പക്കാരൻ ആ സ്ത്രീക്ക് നേരെ തുണിപൊക്കി കാണിച്ചു. ഈ സംഭവത്തിന്റെ വേറെ രസം എന്താണെന്നറിയാം, പുറത്തു നിന്ന് വന്ന സംഘികൾ അടിച്ചോടിച്ചതിൽ ആ നാട്ടിലെ സംഘികളും കൂടിയുണ്ട്. ആ നാട്ടിലുള്ള സംഘികളും കോൺഗ്രസുകാരും CPM-മാരും ഒക്കെ ഒരുമിച്ച് നിന്നിട്ടാണ് പുറത്തുനിന്ന് വന്ന സംഘികളിലെ ആ സംഘികളെ മൊത്തം അടിച്ച് കണ്ടം വഴി ഓടിച്ചത്. ഇനി ഞാൻ നിങ്ങൾക്ക് അടുത്ത കോമഡി വാർത്ത കേൾപ്പിച്ചാരട്ടാ. സംഘികളുടെ അടുത്ത കോമഡി, ഈ അടികിട്ടി കണ്ടം വഴിയോടെ സംഘിയുടെ അടുത്തേക്ക് എന്താ അവസ്ഥ എന്ന് ചോദിക്കാൻ പോയ ഒരു മാധ്യമ പ്രവർത്തകയെ സംഘികളും കുലസ്ത്രീ സംഘിനികളും ഒക്കെ കൂടിയിട്ടുണ്ടല്ല കൂട്ടം കൂടിയിട്ട് ആക്രമിക്കാൻ നോക്കി. അങ്ങനെ ഒരു പാവം വനിതാ മാധ്യമ പ്രവർത്തകയെ സംഘികളും കുലസ്ത്രീ സംഘികളും ആക്രമിക്കാൻ നോക്കുന്ന ആ വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. കാര്യം അതുപോലെ തന്നെ കൂടുതൽ ഇപ്പോൾ BJP എന്താണ് കാര്യം, എന്താണ് പ്രശ്നം, എന്താണ് ഞങ്ങൾ സത്യസന്ധമായിട്ടുള്ള വാർത്തകൾ റിപ്പോർട്ട് BJP പ്രവർത്തകരുടെ പ്രതിഷേധമായിരുന്നു. അതിനിടയ്ക്കാണ് മേഘ്ന മുരളിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മേഘ്നയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം, മേഘ്നയെ ആക്രമിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. മേഘ്നയ്ക്ക് ഒരു തരത്തിൽ പോലും വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് അവിടെ BJP പ്രവർത്തകർ ഒരു സംഘർഷം സൃഷ്ടിച്ചിരിക്കുന്നത്. മേഘ്ന നിങ്ങൾ കണ്ടല്ലോ BJPയുടെ വനിതാ കൌൺസിലർമാരല്ലേ, അവരടങ്ങുന്ന 100ഓളം പുരുഷന്മാരൊക്കെ കൂടിയിട്ടാണ് ആ വനിതാ മാധ്യമ പ്രവർത്തകയെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുന്നത്. പക്ഷെ ആ വനിതാ മാധ്യമ പ്രവർത്തകണ്ടല്ല സംഘികളെ പോലെ കണ്ടവഴി ഓടിയില്ല. അവർ തന്നെ കൂട്ടം കൂടി ആക്രമിക്കാൻ നോക്കുന്ന കുലസ്ത്രീ സംഘിനികളുടെയും സംഘിയുടെ ഇടയിൽ നിന്ന് നല്ല ധൈര്യത്തോടുകൂടി നട്ടെല്ലോടുകൂടി വീണ്ടും ഉണ്ടല്ല വാർത്ത റിപ്പോർട്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ആ തന്റേടിയായ വനിതാ മാധ്യമ പ്രവർത്തകർക്ക് എന്റെ എല്ലാ അഭിനന്ദനങ്ങളും. സംഘികൾ സത്യത്തിൽ എന്താ വിചാരിച്ചറിയാം, സംഘികളെ ആരെങ്കിലും പോയിട്ട് പേടിപ്പിച്ചാൽ സംഘികൾ കണ്ടം വഴി ഓടും. അതുപോലെ സംഘികൾ പോയിട്ട് പേടിപ്പിച്ചാലും ആ വനിതാ മാധ്യമ പ്രവർത്തക കണ്ടം വഴി ഓടുന്നാണ് സംഘികൾ വിചാരിച്ചത്. പക്ഷെ തന്റെ ഇടമുള്ള നട്ടിലുള്ള വനിതാ മാധ്യമ പ്രവർത്തകണ്ടല്ല
സംഘികളെ കണ്ടം വഴി ഓടിച്ച്. ഇങ്ങനെ ഒരു വനിതാ മാധ്യമപ്രവർത്തകരെ കൂട്ടം കൂടി ആക്രമിക്കാൻ ശ്രമിക്കുന്ന സംഘികളാണ് ഇന്നലെ ഉണ്ടല്ല വനിതാ ബില്ല് പാസ്സായില്ല, വനിതാ സംവരണ ബില്ല് പാസ്സായില്ല എന്ന് പറഞ്ഞ് ഡയലോഗ് അടിച്ച് നടന്നത്. ആ വനിതാ മാധ്യമ പ്രവർത്തകരോട് സംഘികൾ പറയുന്ന കാര്യങ്ങൾ മാത്രം റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞപ്പം ആ വനിതാ മാധ്യമ പ്രവർത്തക സംഘികളോട് പറഞ്ഞ് നിങ്ങൾ പറയുന്നത് മാത്രമല്ല എല്ലാരും മറ്റവര് പറയുന്നതും കൂടി ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നു അങ്ങ് തുറന്നടിച്ച് പറഞ്ഞു. അങ്ങനെ ആ വനിതാ മാധ്യമ പ്രവർത്തക നട്ടലോട് കൂടി പറഞ്ഞപ്പം സംഖ്യയുടെ മൊത്തം ഉണ്ടല്ല മൊത്തം സംഖ്യയുടെ കാറ്റങ്ങ് പോയി. ഇനി നമുക്ക് നാട്ടുകാരുടെ അടികൊണ്ട് കണ്ടം വഴി ഓടിയതിനു ശേഷം BJPയുടെ ഒരു നേതാവ് അടിക്കുന്ന ഡയലോഗ് കേട്ടാലോ? ആ ഡയലോഗ് കേട്ടാലുണ്ടല്ല നിങ്ങളടക്കം ചിരിച്ചു പണ്ടാരടക്കും. വാ ക്രിമിനലുകൾ പോലീസ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരായിട്ടുള്ള പോലീസിലെ മാർക്സിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായി പ്രവർത്തിക്കുന്ന 2 ഉദ്യോഗസ്ഥന്മാരുടെ നിരുത്തരവാദപരമായിട്ടുള്ള പെരുമാറ്റം കാരണം നമുക്ക് സംഘപരിവാർ പ്രവർത്തകർക്ക് കഴിഞ്ഞ 1.5 മാസക്കാലമായിട്ട് ഈ വട്ടിയൂർക്കാവ് പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ ഉറങ്ങുക എന്നുള്ളതാണ് നമ്മുടെ വിധി. ഇത് അവസാനിപ്പിക്കണമെന്ന് രാഷ്ട്രീയ സ്വയംസേവക സംഘവും ഭാരതീയ ജനതാ പാർട്ടിയും നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും ആഗ്രഹിക്കുന്നു. ഇത് അവസാനമാണ്. ഇന്ന് നമ്മുടെ മലമുകളിൽ നമ്മുടെ ഒരു കാര്യകർത്താവായിട്ടുള്ള ബിനുവിന്റെ ഭാര്യയെ നിരന്തരമായിട്ട് നഗ്നതാ പ്രദർശനം നടത്തുന്ന ഒരു കോൺഗ്രസുകാരൻ, ആ കോൺഗ്രസുകാരന് പിന്തുണ കൊടുക്കുന്ന മാർക്സിസ്റ്റുകാരൻ ചേർന്ന് ആ ബിനു എന്ന് പറയുന്ന പ്രവർത്തകനെ അവിടുത്തെ വീട് ഒഴിഞ്ഞു പോകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടെ പ്രശ്നമുണ്ടാക്കുന്നത് അറിഞ്ഞ് അവിടെ എത്തിയ കാര്യകർത്താക്കളെ ഒരു കാരണവും കൂടാതെ നമ്മളോട് വന്ന് പോലീസ് ഉദ്യോഗസ്ഥർ സംസാരിക്കുകയാണ്. ബിനുവിന് അവിടെ സ്വൈരമായിട്ടുള്ള ജീവിതം നയിക്കാനായിട്ട് ഞങ്ങൾ അവസരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഞങ്ങളുടെ അടുത്ത് നിന്ന് നമ്മുടെ പ്രവർത്തകനെ അദ്ദേഹത്തിന്റെ ഭാര്യയും കുട്ടികളെയും കൂട്ടി മുമ്പിലോട്ട് പോയി നമ്മളെ ഒറ്റപ്പെടുത്തിയതിനു ശേഷം അവിടെ ചെന്ന് ആ പ്രദേശത്ത് നിന്ന് ഡിവൈഎഫ്ഐക്കാരന്റെയും കോൺഗ്രസുകാരന്റെയും മുന്നിൽ വെച്ച് അവരെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കാൻ ബിബിൻ എന്ന് പറയുന്ന ഈ തെമ്മാടി നേതൃത്വം കൊടുത്തു എന്നുള്ളതാണ് അതിന്റെ വാസ്തവം. ഈ ബിബിൻ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥൻ ഒരിക്കലും ഒരു പോലീസുകാരനല്ല. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആഫീസിൽ നിന്നും ശമ്പളം വാങ്ങിക്കുന്ന ഒരു ക്രിമിനലാണ്. ഈ ക്രിമിനലിനെ ഇവിടെ വെച്ചുകൊണ്ട് ഈ പ്രദേശത്തിന്റെ ക്രമസമാധാനം നടത്താമെന്ന് നമ്മൾ ഒരിക്കലും ചിന്തിക്കേണ്ട. അതിനെതിരെ ഏതറ്റം വരെയും നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്തുവാനായിട്ട് സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ തീരുമാനിച്ചു. സംഘികളൊക്കെ കൂടി ഒരു പോലീസുകാരനെ തെറി വിളിക്കുന്നുണ്ടെങ്കിൽ ആ പോലീസുകാരനുണ്ടല്ല നല്ലവനായിരിക്കും, അടിപൊളിയായിരിക്കും, നട്ടലുള്ളവനായിരിക്കും. കാരണം ഉണ്ടല്ല നട്ടലോട് കൂടി ആരെയും പേടിക്കാതെ ജോലി ചെയ്യുന്ന പോലീസുകാരല്ലേ, ആ പോലീസുകാരെ കാണുമ്പോൾ സംഖ്യക്ക് കുരുപൊട്ടും. അവിടുന്ന് ഇവിടുന്നൊക്കെ കുറെ സംഖ്യകളെ സംഘടിപ്പിച്ചിട്ട് മനസമാധാനത്തോടെ ജീവിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ പോയിട്ട് ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ ആക്രമിക്കാൻ വേണ്ടിട്ട് സംഖ്യകൾ നോക്കിയപ്പം ആ നാട്ടിലുള്ള നാട്ടുകാരെ മൊത്തം ഉണ്ടല്ല ആ സംഖ്യകളെ അടിച്ചോടിച്ചപ്പം നാണുമാനും ഉളുപ്പില്ലാണ്ട് ന്യായീകരിക്കാൻ വന്നിരിക്കുന്നു ഒരു സംഘി നേതാവ്. എന്തായാലും തിരുവനന്തപുരംകാർക്കുണ്ടല്ല ഒരു കാര്യം മനസ്സിലായി, BJP വന്നപ്പോണ്ടല്ല ഇതുവരെ നാറാതിരുന്ന തിരുവനന്തപുരം ഉണ്ടല്ല നാറാൻ തുടങ്ങി, നല്ലോണം നാറാൻ തുടങ്ങി. ഇതേ അവസ്ഥയുണ്ടല്ല തൃശ്ശൂരായിരുന്നു. തൃശ്ശൂർ ഒരു ചങ്ങാതി വന്ന ശേഷമുണ്ടല്ല നാറാതിരുന്ന തൃശ്ശൂരുണ്ടല്ല നാറി പണ്ടടങ്ങിയിരുന്നു. അതേ അവസ്ഥ ഇപ്പൊ തിരുവനന്തപുരത്ത് വന്നു. മനസമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിച്ചിരുന്ന തിരുവനന്തപുരംകാരുണ്ടല്ല ഇപ്പൊ മനസമാധാനം ഇല്ലാതെ ഉറങ്ങാനും ഇരിക്കാനും കഴിയാത്ത അവസ്ഥയായി. എന്തായാലും പ്രശ്നമാക്കാൻ വേണ്ടി പോയ ചാണക സംഖ്യയിലെ ആ നാട്ടിൽ നിന്ന് അടിച്ചോടിച്ച എല്ലാ നല്ലവരായ നാട്ടുകാർക്കും എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.